ഗുഡ് മോർണിംഗ്. ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ സുന്ദരമായ ഒരു പ്രഭാതം, പുതിയ ദിവസം, പുതിയ വചനം നാം പഠിക്കുന്നു. ഇന്നലെ വരെ പഠിച്ച വചനങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കണം. വളരെ അഭിഷേകം നിറഞ്ഞ വചനങ്ങൾ പഠിച്ചു. ഇന്ന് പുതിയ വചനം പഠിക്കുകയാണ്. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒക്ടോബർ മാസം 20-ാം തീയതിയാണ്. ഈ ഒക്ടോബർ മാസം 20-ാം തീയതി എത്തി നിൽക്കുമ്പോൾ ഓഗസ്റ്റ് 1-ന് പുനരാരംഭിച്ച വചന പഠനം നമ്മൾ ഇന്ന് ഒക്ടോബർ മാസം 20-ാം തീയതി എത്തി നിൽക്കുമ്പോൾ എത്ര വചനങ്ങൾ പഠിച്ചു. കഴിഞ്ഞ ആഴ്ച പഠിച്ച വചനങ്ങളെല്ലാം അഭിഷേകം നിറഞ്ഞതാണ്. വളരെ അഭിഷേകം നിറഞ്ഞ വചനങ്ങളായിരുന്നു. അതുകൊണ്ട് വീണ്ടും വീണ്ടും അത് ആവർത്തിക്കണം, അത് മാംസം ധരിക്കണം. ആ വചനത്തിലൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളും ഞാനും തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെടും. വചനങ്ങളൊക്കെ ആവർത്തിച്ച് പറയുമ്പോൾ അതിൻ്റെ അഭിഷേകം നമ്മിലേക്ക് തീർച്ചയായിട്ടും ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്ന് നാം പഠിക്കുന്ന വചനം പുറപ്പാട് പുസ്തകത്തിൻ്റെ 23-ാം അധ്യായം. വളരെ സുന്ദരമായ ഒരു അധ്യായമാണ്. ഞാൻ വിചാരിക്കുന്നു ഈ ദിവസങ്ങളിലെല്ലാം ആ അധ്യായത്തിൻ്റെ ഓരോരോ വചനങ്ങൾ പഠിക്കുന്നത് നല്ലതാണ്. ആ വചനം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ഞാനതിനെ സ്നേഹിക്കുകയും ചെയ്യുന്നു. 23-ാം അധ്യായത്തിൻ്റെ 1-ാം വചനമാണ് ഇന്ന് പഠിക്കുന്നത്. വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്. ഇന്ന് ഈ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു വചനമാണ്. ഞാനും നിങ്ങളും ഒരു ദിവസം ആരംഭിക്കുമ്പോൾ പത്രവാർത്തകൾ എടുത്ത് നോക്കുമ്പോൾ ഒക്കെ കാണുന്ന ഒരു കാര്യമാണ്, വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ട്. സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിയാലും അതൊക്കെ അങ്ങനെ തന്നെ കാണാം. വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്. കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്. വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്. കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്. You shall not spread a false report. You shall not join hands with the wicked to act as a malicious witness. You shall not spread a false report. You shall not join hands with the wicked to act as a malicious witness. വ്യാജ വാർത്ത നമുക്കറിയാത്ത കാര്യം പറയും. നമുക്കറിയാൻ പാടില്ലാത്ത, കാണാത്ത, അനുഭവിക്കാത്ത ഒരു വാർത്ത നാം പ്രചരിപ്പിക്കാനായിട്ട്, കുറ്റം പറയാനായിട്ടും ഒക്കെ മുതിരരുത്. നമ്മുടെ നാവ് സുന്ദരമായ, വിശുദ്ധമായ ഒന്നായിട്ട് കാത്തു സൂക്ഷിക്കണം. നമ്മുടെ നാവ് എത്ര സുന്ദരമായ ഒന്നാണെന്നറിയാം. നല്ലത് പറയുക, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. എന്നെയും നിങ്ങളെയും ദൈവം നമ്മുടെ നാവിലൂടെ നന്മ മാത്രം വരട്ടെ. ആരെയും ശപിക്കാനോ ആരെക്കുറിച്ചും കുറ്റം പറയാനോ ഇടവരാതിരിക്കട്ടെ. നല്ലത് സംസാരിക്കുവാനും നമ്മുടെ നാവിനെ നല്ലത് സംസാരിക്കാൻ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. ദൈവം അനുഗ്രഹിക്കും. ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം നിങ്ങളെ ഞാൻ ഓർക്കും, പ്രാർത്ഥിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.